അവിടെ ഒരുത്തനുണ്ട്. ജോലിയും കൂലിയും ഒന്നും ഇല്ലെങ്കിലും ഏത് നേരം ഡയറിയിൽ കണക്കെഴുത്താം. എന്താന്ന് ചോദിച്ചാ ആർക്കും അറിയില്ല. ചിലരങ്ങനെയാ മോളെ. ഒരു ജോലി ഇല്ലെങ്കിലും ഡയറിയിൽ ഇങ്ങനെ ചുമ്മാ കണക്ക് കൂട്ടി കിഴിച്ചൊക്കെ ഇരിക്കും. അതവർക്കൊരു സുഖമാ. പിന്നെ ആകെ ഉള്ളൊരു മെച്ചം അവന് നടക്കാൻ പറ്റും. ലക്ഷ്മിയുടെ ഭർത്താവിന് നടക്കാൻ പറ്റില്ല, അത് മാത്രം. അതെ അതെ. ആ തോമസ് വൈദ്യന്റെ വീട്ടിലോട്ടൊന്നും ഇപ്പൊ അയാൾ പോകുന്നില്ല. ആദ്യം പാദമൊക്കെ ചലിച്ചു തുടങ്ങിയപ്പോ ഞാൻ കരുതി എന്തെങ്കിലുമൊക്കെ പുരോഗതി ഉണ്ടാവുന്ന്. പക്ഷെ അതിനപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ലെന്നാ എന്റെ വിശ്വാസം. അതെ അതെ, ഒന്നും ഉണ്ടായിട്ടില്ല മോളെ. ഞാൻ അവന്റെ പിന്നാലെ പോയതാണല്ലോ രഹസ്യമായിട്ട്. അതുകൊണ്ട് അവൻ ആ ഒരു കാര്യത്തിൽ എന്തായാലും നമ്മളെ പറ്റിച്ചിട്ടില്ല. ഇപ്പോഴും അവന് നടക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യത്തിനാ. അല്ലെങ്കിൽ തന്നെ നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അയാളിപ്പോ ആ വീൽ ചെയറിന്റെ സഹായം തേടുവോ? ഓ, നടക്കാൻ പറ്റുമായിരുന്നെങ്കിലേ ലക്ഷ്മി തന്നെ അയാളെ നമ്മുടെയൊക്കെ മുന്നിലൂടെ നടത്തിക്കൊണ്ടുവന്നേനെ. അതെ അതെ, അങ്ങനെ അവള് മോളെ ജയിക്കാൻ ശ്രമിച്ചേനെ. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. അതൊരു മഹാഭാഗ്യം അല്ലേ പ്രതാപ? അവന്റെ ആ കാൽപാദത്തിന്റെ ചലനശേഷിയെ ഇപ്പൊ ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെന്നാ എനിക്ക് തോന്നേ, അല്ലേ അമ്മേ? അതെ അതെ, എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു പ്രതാപ. ഞാനും ഇപ്പോ അയാള് പാദം ചലിപ്പിക്കുന്ന അങ്ങനെ കാണുന്നില്ല. ഇനിയിപ്പോ അവളെ പഴയതുപോലെ അങ്ങനെ കളിയാക്കാനൊന്നും പറ്റില്ല. എങ്കിലും വീൽ ചെയറിലിരിക്കുന്ന ആളിനൊപ്പം അവള് പോകുന്നത് കാണുമ്പോ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. എന്റെ ഈ കഷ്ടപ്പാടിനിടയിലും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും അതും മാത്ര. അതിന് വിരുദ്ധമായി ഇനി അയാൾ അവൾക്കൊപ്പം നടക്കുന്നത് കാണേണ്ടി വന്നാ പിന്നെ തൂങ്ങിച്ചത്താ മതി. എന്റെ മോളെ, കണ്ണൻ ഈ ജന്മം നടക്കില്ല. അച്ഛന്റെ നാവ് കൊണ്ട് പറഞ്ഞതൊന്നും ഇന്ന് വരെ സത്യമാവാണ്ടിരുന്നിട്ടില്ല. ഇത് മാത്രമേ സത്യമായിട്ടുള്ളൂ. അല്ലേ അമ്മേ? അതെ അതെ. തോമസ് വൈദ്യനല്ല, അവന്റെ അപ്പൂപ്പ വിചാരിച്ചാലും കണ്ണനിന് എഴുന്നേറ്റ് നടക്കാനൊന്നും പോകുന്നില്ല. ഞാൻ എപ്പോഴും ആലോചിക്കും, എന്താ മോളെ? അല്ല, അന്നത്തെ ആ അപകടത്തിലെ കണ്ണേട്ടന്റെ അച്ഛനോടൊപ്പം കണ്ണേട്ടനും പോയിരുന്നെങ്കിലെന്ന്. അങ്ങനെയെങ്കിൽ ഉണ്ണിയേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ കൂടെ കണ്ണേട്ടനും കാണില്ലായിരുന്നു. ഞാൻ മാത്രം കമലേശ്വരത്തെ മരുമകളായി അവിടെ അടിച്ചു പൊളിച്ച് ജീവിച്ചേനെ. അങ്ങനെ കണ്ണനില്ലാത്ത വീട്ടില് നായകൻ പിന്നെ ഉണ്ണിയേട്ടനാണല്ലോ. എങ്കിൽ നായകനും നായികയായിട്ട് ഞങ്ങള് വിലസി നടന്നേനെ. അച്ഛനെന്താ ആലോചിക്കുന്നേ? മോള് പറഞ്ഞു തന്നെ, ഞാനത് മനസ്സിൽ കാണരുത് മോളെ. അങ്ങനെയെങ്കിലും അച്ഛനൊന്ന് സന്തോഷിച്ചോട്ടെ. ഇനി അങ്ങനെ സന്തോഷിക്കാനേ പറ്റൂ. അല്ലാതെ എന്റെ ജീവിതം കുളമായി. വീട്ടുജോലി മാത്രമല്ല, അവര് പറയുന്നതെല്ലാം ഇപ്പൊ അനുസരിച്ചോണ്ടിരിക്കുക. കണ്ടില്ലേ, അവര് വന്നപ്പോ വാലാട്ടിക്കൊണ്ട് അവരുടെ പിന്നാലെ വന്നത്. ഇനി ഇതാ അച്ഛന്റെ മോളുടെ ജീവിതം. ആ ജീവിതത്തിനിടയിൽ കണ്ണൻ നടക്കുന്നില്ല എന്നൊരു മെച്ചമുണ്ട്. അതെ അതെ. എങ്കിലും അയാളുടെ കുഞ്ഞിനല്ലേ അവള് പ്രസവിക്കാൻ പോകുന്നേ? അല്ലച്ചാ, അത് അയാളുടെ കുഞ്ഞു തന്നെ ആയിരിക്കോ? എവിടുന്ന്? അതാ അനന്തൂന്റെ കുഞ്ഞു തന്നെയാ. അതുകൊണ്ടാ അനന്തു ലേഖയും കൂടെ അവളെ നോക്കുന്നത്. അതാണ് സത്യം. ഏതായാലും കുഞ്ഞ് ജനിക്കട്ടെ. അതിന്റെ മോന്ത കണ്ടിട്ട് ഞാൻ പറയാം അതാരുടെ കുഞ്ഞാണെന്ന്. അനന്തു അല്ലെങ്കിൽ മാർക്കോ. ആർക്കും മാർക്കിടണോന്ന് നമുക്ക് കുഞ്ഞിനെ കണ്ടതിന് ശേഷം തീരുമാനിക്കാം.